പ്രൈസ് ലോർഡ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പ്രാർത്ഥന എന്നുള്ളത്. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയും, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. എന്നാൽ ജയത്തിന് കുതിര വ്യർത്ഥമാണെങ്കിൽ ഞാനതിനോട് ചേർന്ന് ഇങ്ങനെ പറയട്ടെ, ജയത്തിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. പ്രാർത്ഥനയില്ലാത്ത ജീവിതം അത് അമ്പേ പരാജയമാണ്. ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള വിട്ടുപിരിയാത്ത ആ സാന്നിധ്യത്തിനകത്ത് പൊതിയപ്പെടുന്നതെല്ലാം പ്രാർത്ഥനയിലാണ്. യേശു പോലും പ്രാർത്ഥനയ്ക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മറ്റേത് കാര്യങ്ങളെക്കാളധികം തൻ്റെ ശിഷ്യന്മാരെ മാറ്റി നിർത്തി, പുരുഷാരത്തെ മാറ്റി നിർത്തി, എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി യേശു പ്രാർത്ഥിക്കാൻ തനിച്ച് മലയിൽ കയറി പോകുന്നത് നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയും. മാറിയിരുന്ന് തൻ്റെ പിതാവിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം യേശു എടുക്കുന്ന സമയം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ മാറിയിരിക്കുന്നു അത്രത്തോളം അത് നിങ്ങളുടെ ജയത്തിൻ്റെ കാരണമാണ്. നിങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നിങ്ങളുടെ വേഗതകളെ വർദ്ധിപ്പിക്കുവാൻ, നിങ്ങളെ ജയത്തിലേക്ക് നയിക്കുവാൻ, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമായി തീരുവാൻ, നിങ്ങൾ ചെയ്യുന്നതൊന്നും വൃഥാവായി പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അത് പ്രാർത്ഥന തന്നെയാണ്. ആകയാൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളാരും പരാജയപ്പെടത്തില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ പോരാടുക. പ്രാർത്ഥന നിങ്ങളെ ജയത്തിലേക്ക് നയിക്കും, ദൈവ സാന്നിധ്യത്തിനകത്ത് പൊതിയും. അതിനായി കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു ജയമുണ്ട്. ഗോഡ് ബ്ലെസ് യു. ലവ് യു.